തമിഴ്നാട് വാൽപ്പാറ അപകടത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചു. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലിയാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയി. അതേസമയം നൌഷാദിന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആശുപത്രി മാറ്റാനുള്ള അനുമതി നൽകിയില്ല എന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇന്നാണ് നൌഷാദിന്റെ മരണം സ്ഥിരീകരിച്ചത്. കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെ ഏത് സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ ഇത്തരത്തിലൊരു ആരോപണം എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. സാജിദ് അജ്മൽ ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. സാജിദ്, മരണം 10 ആയി എന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഈ നൌഷാദിന്റെ കുടുംബം ഇപ്പോൾ എന്താണ് ഈ അപകടവുമായി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ആശുപത്രി മാറ്റാനുള്ള അനുമതി നൽകിയില്ല എന്നാണോ പറയുന്നത്? ഇവരുടെ ആരോപണം എന്താണ്? വാൽപ്പാറ അപകടത്തിൽ ഈ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവറായ 39 വയസ്സുകാരൻ നൌഷാദ് അലിയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയ്ക്ക് ഈ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ വാരിയലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ കുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശസ്ത്രക്രിയ വൈകിയെന്നും അതോടൊപ്പം തന്നെ മതിയായ ചികിത്സ ലഭിച്ചില്ല, ആശുപത്രി മാറ്റണമെന്ന് നിർദ്ദേശിച്ചു. ഈ ആശുപത്രി മാറ്റണമെന്ന് കുടുംബം പലതവണ പ്പെട്ടു. അവിടെ ഉള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി കുടുംബം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചെങ്കിലും ആശുപത്രി മാറ്റാൻ സമ്മതിച്ചില്ല. ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്ന് പറഞ്ഞ് വൈകിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി നൌഷാദിന്റെ മരണം സ്ഥിരീകരിച്ചത്. നമുക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് കുടുംബം പറയുന്നത്? കുടുംബവുമായി സംസാരിച്ചിരുന്നു. നൌഷാദിന്റെ സഹോദരി പുത്രനുമായി സംസാരിച്ചിരുന്നു. അവർ ഈ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു തരത്തിലും ഈ ആശുപത്രി മാറ്റാനോ വിദഗ്ധ ചികിത്സ നൽകാനോ തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അവർ ഈ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരം